കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം ബാലുശ്ശേരിയിൽ 2 ദിവസങ്ങളിലായി നടന്നു. നന്മണ്ടയിൽ നടന്ന പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. വലിയ മുന്നേറ്റത്തിലേക്കാണ് കേരള വിഷൻ സംരംഭങ്ങളുടെ യാത്രയെന്ന് പ്രവീൺ മോഹൻ വ്യക്തമാക്കി. ഇവിടെ കടന്നു വന്ന കോർപ്പറേറ്റ് കമ്പനികൾ ഇവരാരും ഇന്ന് ചിത്രത്തിലില്ല. എതിരാളികളില്ലാത്ത കമ്പനിയായി കേരള വിഷൻ മാറിക്കഴിഞ്ഞു. കേബിൾ TV മേഖലയിൽ നമ്മുടെ എതിരാളികൾക്ക് എല്ലാവർക്കും കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ACV, ഡെന്നസ്, സിറ്റി, ഭൂമിക, മലനാട് വിഷൻ ഉൾപ്പെടെ എല്ലാവർക്കും കൂടി 10 ലക്ഷത്തിൽ താഴെ കണക്ഷനാണുള്ളത്. അതിൽ തന്നെ പല കമ്പനികളും നമ്മളുമായി മെർജ് ചെയ്യുന്ന ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിവിദൂരതയിലല്ലാതെ കേരളത്തിൽ കേരള വിഷൻ മാത്രം എന്ന ഒരു സാഹചര്യം സംജാതമാകും. കേരളത്തിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് വിതരണ ജനകീയ സംരംഭമായ കേരള വിഷൻ ബ്രോഡ്ബാൻഡിനെ നഗര ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സർവൈലൻസ് പ്രൊവൈഡിങ്ങിനുള്ള ഒരു നോഡൽ ഏജൻസിയായി അംഗീകരിക്കണമെന്ന് COA കോഴിക്കോട് ജില്ലാ സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. തദ്ദേശ ഭരണകൂടങ്ങളുടെ പദ്ധതികളിൽ പങ്കുചേരാൻ സാഹചര്യമൊരുക്കണം. അതുവഴി അഭ്യസ്ത വിദ്യർക്ക് തൊഴിലും വരുമാനവും സൃഷ്ടിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കണമെന്നും സമ്മേളനം സംസ്ഥാന സർക്കാരിനോട് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. COA കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് KP സത്യനാഥൻ അധ്യക്ഷത വഹിച്ചു. KCCL ചെയർമാൻ K ഗോവിന്ദൻ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M മൻസൂർ, കേരള വിഷൻ ഡയറക്ടർ രഘുനാഥ് മലപ്പുറം എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി O ഉണ്ണികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KS ജയദേവ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് T വാസുദേവൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പുതിയ കമ്മിറ്റിയുടെ പ്രസിഡന്റായി T വാസുദേവൻ, സെക്രട്ടറിയായി K വിനോദ് കുമാർ, ട്രഷററായി KS ജയദേവ് എന്നിവരെ തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റായി PP അഫ്സലിനെയും ജോയിന്റ് സെക്രട്ടറിയായി N സുധീഷ് കുമാറിനെയും തെരഞ്ഞെടുത്തു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.